ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എന്നെ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ വ്യക്തികൾക്കും ശാന്തിയും സമാധാനവും. നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുക. നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കാർഡും നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്, എന്ത് സിറ്റുവേഷനിലും കൂടിയാണ് എൻ്റെ വ്യൂസ് ഈ ഒരു സമയം കടന്നു പോകുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 7 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 9, 1, 12, 3, 7, 9, 4, 22. ഈ ഡേറ്റ്, ഈ മന്ത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്നോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന രാശി എർത്ത് സൈനാണ് വന്നിരിക്കുന്നത്. ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ. വാട്ടർ സൈൻ വന്നിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. ഫയർ സൈൻ വന്നിട്ടുണ്ട്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. സൈൻ വന്നിട്ടില്ല. എയർ സൈൻ ഇനി കാർഡ്സ് എടുക്കുമ്പോൾ എയർ സൈൻ കൂടി വരും. ഓക്കെ, മേടം, ചിങ്ങം, ധനു, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂസിൻ്റെ എനർജിയിൽ 9 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചില വെയിറ്റിങ്ങിലായിരിക്കുന്നതായി കാണുന്നു. സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ ചില വെയിറ്റിംഗ് ആയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? ചില സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇടയിൽ ചില ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായതായി കാണുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരു പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുത്തത് തിരികെ കിട്ടാതെ നിങ്ങൾക്ക് അതിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടതായി കാണുന്നു. ഓക്കെ, കുറേ നാളായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ആ കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നില്ല. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചില ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ആരും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഈ ഇമോഷൻ്റെ കാര്യം നിങ്ങൾ രഹസ്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതായിട്ട് കാണുന്നു. വളരെ കൂടുതലായിട്ട് അത് അടച്ചു വെച്ചിരിക്കുന്നു. മറ്റാരെയും അറിയിക്കാതെ, നിങ്ങൾ പുറത്ത് കാണിക്കാതെ നിങ്ങൾ വെച്ചിരിക്കുന്നതായി കാണുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹമായിരിക്കും ഉള്ളിലുണ്ടെങ്കിലും അത് നിങ്ങൾ പ്രകടമാക്കുന്നില്ല. അത് മറച്ചു വെച്ചിരിക്കുന്നു. എന്തെങ്കിലും നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതൊന്നും നിങ്ങളിപ്പോൾ പ്രകടമാക്കുന്നില്ല. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ചില ഓഫറുകൾ വരുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ചില ഓഫറിന് വേണ്ടിയിട്ട് പോകുന്നതായിട്ടുമുള്ള എനർജി ഇവിടെ കാണിക്കുന്നു. ചില ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളോട് നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഇഷ്ടം അറിയിക്കാൻ നിങ്ങളിലേക്ക് വന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ഓഫർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് നിങ്ങൾ ഓഫർ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, മെസ്സേജ് കോൾ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം അവരോട് തുറന്ന് പറയുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്ത് കാര്യത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? ചില സാമ്പത്തിക കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, കുറേ നാളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ചില വ്യക്തികൾ കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. 4 ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ വിദേശ സംബന്ധമായിട്ട് എന്തെങ്കിലും യാത്ര പോകുന്നതിനോ അല്ലെങ്കിൽ വിദേശ കാര്യങ്ങളിൽ കുറേ പണം ചിലവാക്കിയിട്ട് അതിന് വിസ വരുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പൈസ ചിലവാക്കിയിരിക്കുന്നതായി കാണുന്നു. കുറേ നാളായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി, അതെന്ത് തന്നെ ആകാം. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പും ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പൈസ നിങ്ങൾ ചിലവാക്കിയതായിരിക്കാം. ഓക്കെ, ആർക്കെങ്കിലും പണം കൊടുത്തതായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ പണം കൊടുത്തതായിരിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പൈസ തിരിച്ചു കിട്ടുന്നതിനോ അല്ലെങ്കിൽ ആ പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങളിവിടെ ഒരു വെയിറ്റിംഗ് എനർജി ഇവിടെ കാണുന്നുണ്ട്.
അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് തന്നെ ആകണമെന്നില്ല, നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനാകാം, ആർക്കോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില വ്യക്തികൾക്ക് പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിൽ ഉള്ള എന്തെങ്കിലും ഗോൾഡോ മറ്റെന്തെങ്കിലും കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ അവർക്ക് പണം കൊടുക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ജഡ്ജിമെൻറ്റ് വന്നിരിക്കുന്നത്? ചില കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചില കോടതിയിൽ നീതിക്കായി നിൽക്കുന്നതായി കാണുന്നു. മറ്റ് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി സ്ഥലത്തോ നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങൾക്ക് നിങ്ങളെ ശിക്ഷിക്കുന്നതായി കാണുന്നു. അതിൽ നിങ്ങൾക്ക് നീതി വരണം. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ പൊളിറ്റിക്സ് കളിച്ചതായി കാണുന്നു. ഓക്കെ, അവർ നിങ്ങളെ ചതിച്ചിരിക്കുന്നു. ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളെ ചതിച്ചിരിക്കുന്നത് ജോലി സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ റിലേഷനിലായിരിക്കാം. ചതിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ സത്യാവസ്ഥയ്ക്ക് വേണ്ടി യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ നിരപരാധിത്വം തെളിയണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അതിനെ നിങ്ങൾ ഹീൽ ചെയ്യുവാൻ, നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവ് തട്ടിയിരിക്കുന്ന ആ മുറിവിനെ ഒന്ന് ഹീൽ ചെയ്യുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല, നിങ്ങൾ നിലവിളിക്കുകയാണ്, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് ഓവറോൾ എനർജിയാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 7 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്തിനിറങ്ങിയിരുന്നാലും ഒരു ബ്ലോക്കേജ് ആണ് ഇവിടെ കാണുന്നത്. എന്തും ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു കൺട്രോളിങ് വെച്ചിരിക്കുന്നു. കാരണം ഇവിടെ തണ്ടർബോൾട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു ഫൂളിൻ്റെ എനർജിയായി മാറുന്നു. എന്ത് ചെയ്തിരുന്നാലും അബദ്ധങ്ങൾ ആണ് വരുന്നത്. എന്ത് ചെയ്തിരുന്നാലും ചില കുഴികളിലാണ് പോയി വീഴുന്നത്. ഓക്കെ, എവിടെ ചെന്നിരുന്നാലും നിങ്ങൾക്ക് എല്ലാം നശിച്ചു പോകുന്നു, എല്ലാത്തിനും അവസാനമായി പോകുന്നു. അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിയുമ്പോൾ അത് തകർന്ന് പോകുന്നു, അല്ലെങ്കിൽ ബ്ലോക്കേജ് സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു എനർജി നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് കാണുന്നു. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഓക്കെ, ഈ ഒരു എനർജിയിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ എനർജി റെസനേറ്റ് ആകുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നോക്കാം ഇതിൽ നിന്നൊരു മാറ്റം എൻ്റെ വ്യൂസിന് ഉണ്ടാകുമോ? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. സാമ്പത്തികപരമായിട്ടും റിലേഷൻഷിപ്പ് പരമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ വ്യൂസിന് ഒരു മാറ്റം ഉണ്ടാകുമോ? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് സാമ്പത്തികപരമായിട്ട് ഇപ്പോൾ വന്ന എനർജിയെ ബേസ് ചെയ്ത് സാമ്പത്തികപരമായിട്ട് ഒരു മാറ്റം ഉണ്ടാകുമോ? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ഒരു സാമ്പത്തികപരമായിട്ട് ഒരു മാറ്റം ഉണ്ടാകുമോ? ഒരു മാറ്റം ഇവിടെ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം, ഒരു കടന്നുപോക്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു മുന്നോട്ടൊരു യാത്ര കാണുന്നുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വതന്ത്രത്തോടു കൂടി, നിങ്ങൾ തൻ്റെ ഇടത്തോടു കൂടി നിങ്ങൾ ഒരു ജേതാവിനെ പോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിച്ചു പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് നോക്കാം റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുമോ? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിനൊരു മാറ്റം ഉണ്ടാകുമോ? റീയൂണിയൻ ഉണ്ടാകുമോ? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിനൊരു മാറ്റം ഉണ്ടാകുമോ? ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം, വിശ്വാസം എല്ലാം അതിലേക്ക് വരുന്നുണ്ട്. സ്ട്രെങ്ത് വരുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് വരുന്നുണ്ട്. ഇതുവരെയും നിങ്ങളുടെ റിലേഷൻ ഇതുപോലെ കപ്പ് അടഞ്ഞിരുന്ന കപ്പാണെങ്കിൽ ഇവിടെ കപ്പ് അൺകണ്ടീഷണലായിട്ട് തുറന്ന് നിറഞ്ഞ് കവിയുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഇതുവരെയും അടഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ സ്ട്രെങ്ത് വരുന്നതോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കവിഞ്ഞൊഴുകുന്ന സ്നേഹം ഉണ്ടാകുന്നതായിരിക്കും എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം നിങ്ങളുടെ ജോലിയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് നേരിടുന്നതായിട്ടുള്ള ജോലിയും ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം, ഒരു ഉയർച്ച ഉണ്ടാകുമോ? എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്ന നിലയിൽ ജോലിയും ബിസിനസ്സും വളർന്നു വരുമോ? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ആഗ്രഹിക്കുന്ന നിലയിൽ
ബിസിനസ് വളരുമോ? താങ്ക് യു യൂണോസ്, താങ്ക് യു. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ കാർഡും നിങ്ങൾ ഇവിടെ സാമ്പത്തികപരമായി ദുഃഖിക്കുന്നു, റിലേഷൻപരമായി ദുഃഖിക്കുന്നു, ബിസിനസ് ജോലി സംബന്ധമായി ജഗ്ലിംഗ് ആയിരിക്കുന്നു. ഓക്കെ, ഇങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് രാജാവിനെ പോലെയാകും. ഒരു രാജാവിൻ്റെ ബിസിനസ് എങ്ങനെയായിരിക്കും? ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ്സാണ്. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ജോലി, ഏറ്റവും ഉയർന്ന ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, സാമ്പത്തികമായിട്ടും ഇമോഷണൽ പരമായിട്ടും ഒക്കെ ഒരു സ്ഥിരത ലഭിക്കുന്ന, ഇതെല്ലാം കൂടി ചേർന്ന് കിട്ടുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ജഗിൾ ചെയ്യുന്നതായിട്ടുള്ള നിങ്ങളുടെ ജോലി, ബിസിനസ് സ്റ്റേബിളായി മാറുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണോസ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എനർജി. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന്. പ്ലീസ് ഗിവ് മീ മദർ യൂണോസ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണോസ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ്? വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണോസ്. ജസ്റ്റിസിന് വേണ്ടി നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കേസോ വഴക്കോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നതായി കാണുന്നു. നീ തെറ്റുകാരി, ഞാൻ തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ വിധിക്കുന്നതായി കാണുന്നു. ഇവിടെ നീതിക്ക് വേണ്ടി പോരാടുന്നുണ്ട്. ഓക്കെ, അത് നിയമ കോടതിയിലാകാം, അല്ലെങ്കിൽ നിങ്ങൾ തങ്ങളിലാകാം, നിങ്ങളുടെ പേഴ്സണും തങ്ങളിലാകാം ഈ ഒരു പോരാട്ടം നടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പറയുന്നു നിങ്ങളുടെ പേഴ്സണ് ജസ്റ്റിസ് ലഭിക്കണം, നീതി നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്താണ് ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾ അവരുടെ മുന്നിൽ തോറ്റു തരണം എന്നുള്ള ഒരു എനർജിയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഓക്കെ, ഇവിടെ എംബററിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി ഇപ്പോൾ ദേഷ്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചൂടായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പം നിങ്ങൾ എന്തിനു ചെന്നിരുന്നാലും അവിടെ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു ന്യൂ വേർഷൻ ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഇതുവരെയും കാണാത്ത പുതിയൊരു വെർഷനൊക്കെ അവിടെ കണ്ടെന്നിരിക്കും. ഓക്കെ, ആരും സഞ്ചരിക്കാത്ത തലങ്ങളിൽ കൂടിയൊക്കെ നിങ്ങളുടെ പേഴ്സൺ സഞ്ചരിച്ചെന്ന് വരും. കാരണം കാലിൽ യുദ്ധത്തിന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ധരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളിപ്പം എന്ത് പറഞ്ഞിരുന്നാലും അത് നേരിടാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് ഇവിടെ ജസ്റ്റിസ് വേണം, അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, അവർക്ക് വിജയം വേണം എന്നതുകൊണ്ട് അവർ അഡ്വക്കേറ്റ്, അവർ തന്നെ അവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിപ്പോഴൊന്നും അടുത്ത് പോകരുത്, പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഓക്കെ, ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നിന്നാരെ, കുറച്ചൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് ഗ്യാപ്പ് ഇട്ടാരെ. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് ഇവിടെ 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫാമിലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ കാണുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ കാണുന്നു. ഓക്കെ, ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നിങ്ങൾ തങ്ങളിൽ ഫാമിലി ആണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത രീതിയിൽ ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, കുടുംബജീവിതത്തിൽ ഒരു ഐക്യമില്ലാതെ, ഒരു സന്തോഷമില്ലാത്ത ഒരവസ്ഥ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഡെവിളിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പ്രതി ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നു. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഫിസിക്കൽ അട്രാക്ഷനോ തോന്നുന്നുണ്ട്. അവർക്ക് നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് കാർമിക് സിറ്റുവേഷൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെങ്കിലും ഇപ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നൊന്നും വിട്ടുപോകാൻ പറ്റാത്തത് എന്താണെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ
ഒരു മാറ്റം വരണം, നിങ്ങളുമായിട്ടൊരു മാറ്റം വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ കണക്ഷൻ തോന്നുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് ഫിസിക്കൽ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ കൺട്രോളിങ് എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ കൺട്രോളിങ് എനർജി കൂടുതലായിരിക്കും, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ എനർജി ആണ് എന്ന് അവർ വാദിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വാദം പ്രതിവാദങ്ങളാണ് കൂടുതലും നടക്കുന്നത്. നിങ്ങളുടെ മേലിൽ കുറച്ച് പഴി ചാരുന്നു, നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുന്നു, അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അവരെ ഭയപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, നിങ്ങൾ കാരണമാണ് പ്രശ്നങ്ങളുള്ളത് എന്ന് പറയുന്നു. മനസ്സിലാക്കുന്നില്ല, അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നില്ല. ജസ്റ്റിസ്, നിങ്ങളുടെ ഭാഗത്ത് കുറ്റം, എൻ്റെ ഭാഗത്ത് ന്യായം എന്നുള്ള കാര്യത്തിൽ ഇവിടെ സംസാരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ കൂടുതൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജി കൂടുതലായിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, അക്കാഡമി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് പെന്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഒരു ന്യൂ സ്റ്റാർട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. റീബർത്ത് വന്നിരിക്കുന്നു. റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റീബർത്ത് വേണം, വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ജീവിതത്തിലുണ്ടായ എല്ലാ ചീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് സന്തോഷത്തോടു കൂടി പോകണം എന്നവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണെന്നും ജീവിതത്തിൽ അനുഗ്രഹമാണെന്നും ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ കൂടെ ഇല്ലാത്തതിൽ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് മിസ് ചെയ്യുന്നതായി കാണുന്നു. സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടാകും. ഒരു പക്ഷെ നിങ്ങൾ കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഭാഗ്യം വന്നു ചേരുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 2 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി കാണിക്കുന്നു. 2 ഓഫ് പെന്റിക്കിൾ പറയുന്നു ചില കാര്യങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ജഗിൾ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ജഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. എന്താണ്, വിട്ടു പോകണമോ നിൽക്കണമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ജഗിൾ ചെയ്യുന്നു. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കൂടി കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചില വ്യക്തികൾ ലൈഫിൽ നിങ്ങളെ വേണോ തേർഡ് പാർട്ടിയെ വേണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ജഗിൾ ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആരോപിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ മറ്റ് ചില വ്യക്തികളുണ്ട്. ഓക്കെ, മറ്റ് ചില വ്യക്തികളുണ്ട്. അത് നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ വാദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടുകാർ പറയുന്നതേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ പറയുന്നതേ കേൾക്കുള്ളൂ എന്ന് അവർ നിങ്ങളെ കുറ്റം ചുമത്തുന്നതായി കാണുന്നു. അപ്പം ഇവിടെ ലെറ്റ് ഗോയാണ് പറയുന്നത്. വിട്ടുപോകുന്നുണ്ട്, നിങ്ങൾ അവരെ വിട്ടുപോകുന്നുണ്ട്. നിങ്ങൾ 2 സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ട് അവർ കുറ്റം പറയുകയാണ് നിങ്ങളെ. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. കാരണം അവരുടെ ഭാഗത്ത് ന്യായം, അവർ നിങ്ങളെ കുറ്റം വിധിച്ചുകൊണ്ട് അവരുടെ ഭാഗത്ത് ന്യായമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു നിങ്ങൾ അവരെ വിട്ടേച്ച് പോകുന്നു, നിങ്ങൾക്ക് അവരോട് താല്പര്യമില്ല, നിങ്ങൾക്ക് തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വലുത്, അതുകൊണ്ട് തന്നെ നിങ്ങളാണ് അവരെ വിട്ടുകളയുന്നത്, നിങ്ങളാണ് അവരെ ഉപേക്ഷിക്കുന്നത് എന്നുള്ള കുറ്റങ്ങളാണ് നിങ്ങളിലേക്ക് അവർ അടിച്ചേൽപ്പിക്കുന്നതായി കാണുന്നു. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 4 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കങ്ങൾ നിങ്ങളുടെ ഇടയിൽ കാണുന്നു. ഓക്കെ, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി ഇപ്പോൾ ഒരു വാക്ക് തർക്കങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴുള്ളത്. ഓക്കെ, ഒരുപാട് വേദനകളാണ് അനുഭവിക്കുന്നത്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടോ, ചിലപ്പോൾ യാത്രയായിരിക്കും, വിദേശയാത്രയായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഈ വിദേശയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഉടൻ തന്നെ വിദേശത്ത് കടന്നു പോകുന്നു എങ്കിലും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഇപ്പോഴും മിണ്ടാതെയും പറയാതെയോ അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ചിലപ്പം ഇവിടെ നിന്നും ഒരു സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ദേശത്തേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെയാകാതെ പോകുന്നതിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരുപാട് ടെൻഷൻ ആകുന്നതായി കാണുന്നു. ഒരു നീതി ലഭിക്കാതെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി കാണുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് അവർക്ക് ജസ്റ്റിസ് വേണം. ഓക്കെ, നിങ്ങൾ തോറ്റു കൊടുക്കണം, അവർക്ക് നീതി വേണം എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്?
പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തന്നെ എതിർക്കുന്നു. ഓക്കെ, നിങ്ങൾ കുറ്റക്കാരാണ്, അവരുടെ ഭാഗത്താണ് ന്യായം നീതി എന്ന് അവർ തോറ്റു തരാൻ തയ്യാറാകുന്നില്ല. അവർ വളരെ ശക്തമായി തന്നെ അവർ എതിർക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിപ്പോൾ എത്രയൊക്കെ ശ്രമിച്ചിരുന്നാലും അവരത് തടഞ്ഞു നിർത്തും. അവരുടെ ഭാഗത്ത് ന്യായവും നീതിയും അവർ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ വ്യൂസിന് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ? ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ്, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഉടൻ തന്നെ സാധ്യമാകും. നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. അതിവേഗത്തിൽ തന്നെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു വിജയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ക്രിയേറ്ററിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ദ വേൾഡിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ, വിദേശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നടക്കും. യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന എന്ത് കാര്യവും നേടിയെടുക്കാനുള്ള ശക്തി യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തന്നിട്ടുണ്ട്. സണ്ണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഉദയം, നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ ഈ കാർഡ് സെലക്ട് ചെയ്തത് അതിൽ നിങ്ങൾക്കൊരു ഉദയം കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു സെലിബ്രേഷൻ നിങ്ങളെ തേടി എത്തുന്നു. ഒരു മാറ്റം നിങ്ങളെ തേടി എത്തുന്നു. ഓക്കെ, ഒരു സ്ട്രെങ്ത് നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ സമയം അനുകൂലമായി പ്രവർത്തിക്കുന്നു. ഈ ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ചില ഡബിൾ എനർജിയെ നിങ്ങൾ തുരത്തുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ചില ഡബിൾ എനർജിയെ നിങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അന്ധകാരത്തിൻ്റെ മുകളിൽ സണ്ണ് ഉദിക്കുന്നു. ഇത്രയും നാൾ അന്ധകാരമായിരുന്നു, ഡബിൾ എനർജിയിലായിരുന്നു എങ്കിൽ അതിലൊരു സണ്ണ് ഉദിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, സമയം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ദുഷ്ടചിന്തകളും അല്ലെങ്കിൽ എല്ലാ നെഗറ്റീവ് ചിന്തകളും എല്ലാം അവസാനിച്ചിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സെലിബ്രേഷൻ വന്നു ചേരുന്നു. ഓക്കെ, എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് രണ്ടാമത്തെ കാർഡുകാർക്ക്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ്, എന്ത് കാര്യമാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് കാര്യമാണ് എൻ്റെ വ്യൂസിനോട് പറയാനുള്ളത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ കാർഡ് സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ട് റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നൽകുന്നത് സ്ട്രെങ്തിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർ മാനസികമായി ക്ഷീണിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ക്ഷീണിച്ചിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തോ ഒരു കാര്യത്തിൽ അവർ ഭയന്നിരിക്കുന്നതായി കാണുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്തായിരിക്കും അതൊന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്ത് പോസിറ്റീവ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? അവർക്കിപ്പോൾ സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ ഡിവോഴ്സൊക്കെ ആയിരിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ആ ഫാമിലി ഡിവോഴ്സ് ആയതിന് ശേഷം നിങ്ങളുമായിട്ടൊരു റിലേഷന് വേണ്ടിയിട്ടായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവർ അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. അതിനു മുമ്പ് അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചീറ്റിംഗ് ആണ് നടന്നിരിക്കുന്നത്.
ഓക്കെ, നിങ്ങളെ അവർ മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും പിറകിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ചതിച്ചതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളായിരിക്കും അവരെ ചീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് ഇങ്ങനെ ഒരു എനർജി കൂടിയാണ് വരുന്നത്. ഒരു പക്ഷേ അങ്ങോട്ടുമാകാം ഇങ്ങോട്ടുമാകാം. ഓക്കെ, ഇതിലാരോ ഒരാളാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. നീ തിരിച്ചു വരണം, നീ തിരിച്ചു വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു ചീറ്റിംഗ് സംഭവിച്ച വ്യക്തിക്ക് അനങ്ങാൻ പോലും വയ്യ. അനങ്ങാൻ പോലും വയ്യാതെ ആ വ്യക്തി തിരിച്ചു വരാതെ ഇവിടുന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നീ തിരിച്ചു വരിക എന്ന് ഈ ഒരു കിടപ്പിൽ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. നീ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നുള്ള ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാനും നിങ്ങൾക്ക് സ്നേഹം പങ്കുവെച്ച് തരുവാനും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശക്തി പ്രാപിക്കാൻ പോകുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റ് ആയിരിക്കുന്നു എന്നും നിങ്ങളുടെ റിലേഷൻ ഒരുപാട് ശക്തിയോടുകൂടി മുന്നോട്ട് പറന്ന് ഉയരാൻ പോകുന്നു എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി എടുക്കാം. ഇത് ആരുടെ എനർജിയാണെന്ന് അറിയുന്നില്ല. രണ്ടാമത്തെ കാർഡ്സുകാർക്ക് ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ എനർജിയെ പ്രതി നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ പറയുന്ന മറുപടി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ എനർജിയുടെ ഓപ്പോസിറ്റ് സെക്സ് എന്ത് എനർജിയാണ്, എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ രണ്ടാമത്തെ കാർഡിൻ്റെ ഓപ്പോസിറ്റ് സെക്സ് എന്ത് എനർജിയാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ബേർഡൻ ആണ് കാണിക്കുന്നത്. 2 10 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും 2 10 ആണ്. ഓക്കെ, ഇവിടെ ചീറ്റിംഗ് സംഭവിച്ചു, ഇവിടെ ബേർഡൻ അനുഭവിക്കുന്നു. രണ്ടും ഓപ്പോസിറ്റ് സെക്സിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് ഈ ഓപ്പോസിറ്റ് സെക്സ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് ചിലപ്പോൾ നിങ്ങളും ആകാം, നിങ്ങളുടെ പേഴ്സണും ആകാം കേട്ടോ. ഇത് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു കാർഡ് കൂടി എടുക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഓപ്പോസിറ്റ് സെക്സ് പറയുന്നത്? എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഓക്കെ, ഇവിടെ സ്നേഹമുണ്ട്, നിങ്ങളുടെ ഇടയിൽ സ്നേഹമുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ, ചില സാഹചര്യങ്ങളാണ് ഇവിടെ ചീറ്റ് ചെയ്യുവാൻ, നിങ്ങളെ ചീറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചില സാഹചര്യത്തിൻ്റെ മുകളിൽ ചെയ്യേണ്ടി വന്നതാണ്. ചില തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരുപാട് തേർഡ് പാർട്ടി 3 തളിരുകളാണ് ഓരോ കമ്പിലും ഉള്ളത്. 3 തളിരുകൾ വീതമാണ് ഉള്ളത്. അപ്പം ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഒരുപാട് ബേർഡൻ അനുഭവിച്ചത് കൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. നിങ്ങളുടെ റിലേഷനെയോ നിങ്ങളെയോ അവർക്ക് ഉപേക്ഷിക്കേണ്ടി, ചീറ്റ് ചെയ്യേണ്ടിയതായി വന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ നിങ്ങളിൽ ഇവിടെ ഒരാൾ നിങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറയുന്നു. എന്നാൽ ഇവിടുത്തെ ആളിന് തേർഡ് പാർട്ടിയെ കാരണം നോക്കാൻ പോലും വയ്യാതെ ഇത്രയേറെ ഭാരങ്ങൾ സഹിക്കുന്നു. ഇത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നില്ല. ഇവിടെ മറ്റൊരു സിറ്റുവേഷനും ഇത് മറ്റൊരു സിറ്റുവേഷനുമാണ്. എന്നാൽ രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ സ്നേഹിക്കുന്നതുമുണ്ട്. ഇത് ആരുടെ എനർജിയാണെന്ന് അറിയത്തില്ല. ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങൾ 10 നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഇതുപോലെ അനുഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോഴെങ്കിലും നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 നമ്പർ നിങ്ങളുടെ എനർജി എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.